എന്തിനാ എന്നെ കൊണ്ടുവന്നാക്കി ചോദിച്ചോക്ക്. കല്യാണം കഴിഞ്ഞ പുതുക്കത്തിലുണ്ടല്ലോ എപ്പൊ നോക്കിയാലും പെരുന്നമണക്ക് വിരുന്നോക്കായിരുന്നു പണി. ഇപ്പൊ ആണെങ്കിൽ കെട്ടവനെ പിടി വലിയും കൂടണം. എന്റെ വീട്ടിലേക്കൊന്നും പോണെങ്കിൽ നിന്റെ വീട്ടിൽ പോയി നിൽക്കുക, അപ്പുള്ള മേളങ്ങളെ കാണിക്കുക. ഈ നായ ഉണ്ടല്ലോ കുഞ്ഞു കുട്ടിയാകുമ്പോ നമ്മളെ ചെറുപ്പശ്ശേരി വീട്ടിലുണ്ടായിരുന്നതാണ് കേട്ടോ. അന്ന് എന്റെ അച്ഛൻ ചെറുതായിരുന്നു. അച്ഛനെ കടിക്കോ പേടിച്ചിട്ട് ഇവിടെ പാതാക്കര വീട്ടിൽ കൊണ്ടുവന്നാക്കിയാണ് എന്റെ കെട്ടിയോ. അതിന്റെ പരാതിയാണ് നായ്ക്കുട്ടി ഏട്ടൻ്റെ അടുത്ത്. ഈ ഒരു കൊലക്ക്, ഒരു കൊല സൂര്യക്ക്, ഒരു കൊല വാവയ്ക്ക്, ഒരു കൊല കളിച്ചേച്ചിക്ക്, ഒരു കൊല അമ്പലത്തിക്ക്. അപ്പോഴും നിങ്ങൾക്ക് ഇല്ലല്ലോ അമ്മ. അമ്പലത്തിക്ക് പറഞ്ഞേ, അപ്പോഴും നിങ്ങൾക്ക് ഇല്ലല്ലോ. ഒരു കൊല മുറിച്ചിട്ട് സൂര്യക്ക് വാവയ്ക്ക് കളിച്ചേച്ചിക്ക് കൊടുക്കാം. ബാക്കിയൊക്കെ ഞാൻ കൊണ്ടുപോകും. ഇങ്ങോട്ടൊന്നും കൊണ്ടുപോകല്ല. അപ്പൊ ഓക്കെ അമ്മ, ശരിട്ടോ. പോയി അമ്മ, പോയി. വീട്ടിൽ പോയി കഴിഞ്ഞാണ്ടല്ലോ തിരിച്ചു വരുമ്പോ കണ്ണു മറയത്തൊക്കെ വണ്ണം അമ്മയ്ക്ക് ടാറ്റ കൊടുത്തുകൊണ്ടേയിരിക്കും കേട്ടോ. പിന്നെ അച്ഛയാണ് അധികവും ഞങ്ങളെ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടാക്കി തരിക. പെട്ടെന്നുള്ള വരവല്ലേ, ഹൈബ്രോ പെൻസിലും ലിപ് ലൈനർ കൊടുത്തില്ല. ഇങ്ങനെ അതിന്റെ പരാതി പറയായിരുന്നു ഏട്ടന്റെ അടുത്ത്. പൗഡർ പോലും ഇട്ടിട്ടില്ലെങ്കിലും ഈ ചെങ്ങായിയുടെ മോന്ത് നോക്കിയൊക്കെ നല്ല സൂപ്പർ അല്ലേ.